എത്ര വലിയ കരിവാളിപ്പും വെറും 1 മിനിറ്റ് കൊണ്ട് ഇല്ലാതാക്കിയാലോ? എന്താണ് സംഭവം എന്ന് പറയാം. ചർമ്മത്തെ അലട്ടുന്ന പ്രശ്നമാണോ നിറക്കുറവ്? നിങ്ങൾക്ക് നിറക്കുറവൊക്കെ മാറ്റി ചർമ്മം വെട്ടിത്തിളങ്ങണോ? ഞാൻ തുടക്കത്തിലെ തന്നെ പറയുകയാണ്, ഒരു ദിവസം കൊണ്ടൊന്നും വെട്ടിത്തിളങ്ങില്ല. 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങുന്നതാണ്. 3-4 ദിവസം എടുക്കും നിങ്ങളുടെ ചർമ്മം നല്ല പോലെ വെട്ടിത്തിളങ്ങും. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറയാം. അതിന്റെ മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖത്തുണ്ടാകുന്ന നിറക്കുറവ്, മുഖത്തെ പാടുകളൊക്കെ വെറും ദിവസങ്ങൾ കൊണ്ട് തുടച്ചു മാറ്റുന്ന ഒരു കിടിലനൊരു പാക്കാണ്. ഇവിടെ ഞാൻ റിസൾട്ട് കാണിക്കുന്നത് ആദ്യത്തെ ദിവസം ഇട്ടപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ 2ാമത്തെ ദിവസവും ഞാൻ ആ ഒരു പറയുന്ന ഭാഗത്തിടുകയും 3ാമത്തെ ദിവസം ഇട്ടപ്പോഴാണ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് ഞാൻ കരുതിയത്. കാരണം 3ാമത്തെ ദിവസം ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല പോലെ മാറ്റം കാണാൻ സാധിച്ചു. നിങ്ങൾക്കും 3ാമത്തെ ദിവസമൊക്കെ കിട്ടും കേട്ടോ. ആദ്യത്തെ ദിവസം തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടുമെന്ന് വെച്ച് നിങ്ങൾ അത് നിർത്തരുത്. കുറച്ച് ദിവസം കൂടെ ചെയ്ത് കഴിയുമ്പോൾ അതൊരു പെർമനന്റ് റിസൾട്ട് നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കൂടി സാധിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങളുടെ ഫേസ് സ്കിൻ നല്ല പോലെ തിളക്കം വെക്കാനും ഫേസ് സ്കിന്നിനകത്തുണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത് പല സെലിബ്രിറ്റികളും ഉപയോഗിക്കുന്ന ഒരു പാക്കാണ്. അവരുടെ സ്കിൻ കെയറിനകത്ത് അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഹോം മെയ്ഡ് പരമായിട്ടുള്ള ഒരു പാക്കാണ് ഇത് കേട്ടോ. നിങ്ങൾക്കും നല്ല പോലെ മാറ്റം കിട്ടും. അവർ കുഞ്ഞിലേ തൊട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു പാക്ക് അവരിപ്പോഴും അത് നിലനിർത്തി അവരിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ സ്കിൻ നല്ല പോലെ ചുളിവൊന്നും വരുത്താതെ സ്കിന്നിന് യൗവനത്തോടു കൂടിയും തിളക്കത്തോടു കൂടിയും നിർത്താൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അതിനെന്തെല്ലാം വേണം എന്നുള്ളതും അത് ഉപയോഗിച്ചുള്ള റിസൾട്ടും കാണാം. അതിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് എപ്പോഴും ചർമ്മം വെളുത്തങ്ങ് സായിപ്പ് പോലെ ഇരിക്കാൻ. വെളുത്ത് സായിപ്പ് പോലെ ആകുന്നില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ചർമ്മത്തിന്റെ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന കിടിലനൊരു ഫേസ് പാക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ചർമ്മം കുറച്ചെങ്കിലും കളർ കൂട്ടി പതിയെ സായിപ്പ് പോലെ ആകാൻ സാധിക്കും. ഉറപ്പാണ് കേട്ടോ. എന്താണ് നമുക്ക് വേണ്ടെന്നൊക്കെ ഉള്ളത് പറയാം. സ്കിന്നിന് ആ ഒരു ചേഞ്ചസ് നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമുക്ക് വേണ്ടത് കടലമാവിൻ്റെ പൊടിയാണ്. എന്തായാലും കടലമാവിൻ്റെ പൊടി വീട്ടിൽ കാണുമല്ലോ, അതെടുക്കണം. 1 ടേബിൾ സ്പൂൺ ആണ് കടലമാവിൻ്റെ പൊടി വേണം. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സ്കിന്നിനകത്ത് ഷെയ്ഡ് കൂട്ടാനും സ്കിന്നിനെ ഗ്ലോ നൽകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇൻസ്റ്റന്റ് കോഫി പൗഡർ, അതല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ. കോഫി പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. കോഫി പൗഡർ വേണം. 1/2 ടേബിൾ സ്പൂൺ ആണ് കോഫി പൗഡർ വേണ്ടത്. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിൻ്റെ നല്ല പോലെ തിളക്കം നൽകാനും സ്കിന്നിനെ നല്ല പോലെ യങ്ങാക്കാനും സഹായിക്കുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ പൗഡറിൽ നിന്ന്. കസ്തൂരി മഞ്ഞൾ പൗഡറാണ് നമുക്ക് വേണ്ടത്. അളവ് എത്രയാണെന്ന് വെച്ചാൽ 1/2 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ എടുക്കുന്ന കസ്തൂരി മഞ്ഞളുടെ കളർ കണ്ടിട്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്ന മഞ്ഞച്ചിരിക്കുന്ന എന്ന് ചോദിക്കല്ലേ മക്കളെ. ഇത് ഞാൻ ഓൺലൈൻ വഴി മേടിച്ച സമയത്ത് എനിക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ് വേണ്ടത്. 1/2 മുറി നാരങ്ങയുടെ നീര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, 1/2 മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പുളിയില്ലാത്ത കട്ടത്തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ആണ് പുളിയില്ലാത്ത കട്ടത്തൈര് നമുക്ക് വേണ്ടത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ പുളിയില്ലാത്ത തൈരും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ മിക്സ് ആക്കാം. ഓക്കെ, അങ്ങനെ ഇതാ മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ കിടുകിടലാച്ചിയായിട്ടുള്ള പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്യണേ. എത്ര സമയത്തിരക്കുള്ളവരാണെങ്കിലും നിങ്ങൾ പാക്ക് ഉപയോഗിച്ചാൽ ഒരാഴ്ചയെങ്കിലും നിങ്ങളുടെ സ്കിൻ തിളങ്ങി തന്നെ നിൽക്കുന്നതാണ്. വെറുതെ പറയുന്നതല്ല, കിടിലൻ സംഭവമാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഞാൻ ഇട്ടിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാ നമ്മൾ തയ്യാറാക്കിയ പാക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. ഭയങ്കരമായിട്ട് ഉണങ്ങി അങ്ങ് പൊഴിഞ്ഞു പോകണ്ട. നമുക്ക് പിടിക്കുന്നതിനൊരു 4-5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. 4-5 മിനിറ്റിന് ശേഷം എന്തായാലും റിസൾട്ട് കാണിക്കാം. നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഫേസിൽ നിന്ന്
റിമൂവ് ചെയ്യാം. കണ്ടോ, റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഫേസിൻ്റെ ആ ഒരു ചേഞ്ചസ് നിങ്ങൾ കണ്ടോ, നല്ല പോലെ ഫേസിന് തിളക്കം വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? എന്തായാലും ഞാൻ തുണിയുടെ വെച്ച് തുടച്ച് മാറ്റിയിട്ടുള്ള റിസൾട്ടൂടെ നിങ്ങളെ കാണിക്കാം. വാവ്, സംഭവം കണ്ടോ, കിടുവാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കണ്ടല്ലോ, മാറ്റമൊക്കെ കണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, 3ാമത്തെ ദിവസമാണ് എനിക്ക് മാറ്റം നല്ലതുപോലെ കാണാൻ സാധിച്ചത്. നിങ്ങൾക്കും ചിലപ്പം 1ാമത്തെ ദിവസം 2ാമത്തെ ദിവസം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ട് പോയല്ലോ. ഒരു 3-4 ദിവസം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കാനും കൂടി നോക്കണേ. അടിപൊളിയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ വീഡിയോ ചെയ്ത് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. നിങ്ങളുടെ സ്കിന്നിന് ചേഞ്ചസ് കിട്ടാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിന് മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.